നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 9, അതായത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഏതൊക്കെ രാശിക്കാർക്കാണ് വിജയസാധ്യത, സ്ഥാനാർത്ഥികളിൽ തന്നെ ജ്യോതിഷപരമായിട്ട് ഈ പ്രത്യേക ദിവസം ഏപ്രിൽ 9 നല്ല ദിവസമായിട്ട് വരുന്ന, വിജയിക്കാൻ സാധ്യത കൂടുതലുള്ള, ജ്യോതിഷപരമായിട്ട് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ള രാശിക്കാർ, നക്ഷത്രക്കാർ, ലഗ്നക്കാർ, അതൊക്കെയാണ് ഞങ്ങൾ ഈ ഇതിനകത്ത് പറയുന്നത്. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി മാത്രമല്ല, ഇടവൻ ലഗ്നം വരുന്നവർക്കും തുല്യ സാധ്യതയാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഈ ഇടവൻ രാശിക്കാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ 140 മണ്ഡലങ്ങളിൽ 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇടവൻ രാശി, ഇടവൻ ലഗ്നം, കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാർക്ക് കൂടുതൽ വിജയസാധ്യതയാണ്. കാരണം ഈ ദിവസം, ഈ ഏപ്രിൽ 9 രാശിഫലം അനുസരിച്ച് ഈ നക്ഷത്രക്കാർ കൂടുതൽ വിജയിക്കാൻ സാധ്യതയാണ്. പിന്നെ രണ്ടാമത് ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം ലഗ്നത്തിനും തുല്യ സാധ്യതയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യം 3 പാദം. മൂന്നാമത് ഞങ്ങൾ വിജയസാധ്യത കൽപ്പിക്കുന്ന രാശിക്കാരെന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ്. മിഥുനം ലഗ്നത്തിനും തുല്യ സാധ്യതയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാനം 2 പാദം, തിരുവാതിര പുണർദം ആദ്യം 3 പാദം. ഇനി ഞങ്ങൾ പറയുന്ന 4ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്കാരെന്ന് പറയുമ്പോൾ മകരം രാശിക്കാരാണ്. മകരം ലഗ്നക്കാർക്കും സാധ്യതയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. 5ാം സ്ഥാനം നൽകുന്ന രാശിക്കാരെന്ന് പറയുന്നത് ധനുരാശിക്കാരാണ്. ധനു ലഗ്നത്തിനും സാധ്യതയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം. അപ്പോൾ ഈ 140 മണ്ഡലങ്ങളിലും നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഏത് മുന്നണിയൊക്കെ ആയിക്കോട്ടെ, അവരിൽ ഈ പറഞ്ഞ രാശിക്കാർക്ക് ആണ് വിജയസാധ്യത കൂടുതൽ ഇന്നത്തെ രാശിഫലം അനുസരിച്ച്, ഏപ്രിൽ 9 രാശിഫലം അനുസരിച്ച്. എന്തായാലും രാഷ്ട്രീയപരമായിട്ട് വേറെ ഒരു ഡയമെൻഷനിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് മുന്നണി ഭരിച്ചാലും, ഏത് മുന്നണി ജയിച്ചാലും, ഇനിയിപ്പോൾ നിയമസഭ വരാൻ സാധ്യതയുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും രാഷ്ട്രീയ തലകീഴ്മേൽ മറിച്ചിലുകൾ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ആര് ജയിച്ചാലും, ആരൊക്കെ ഭരണത്തിൽ വന്നാലും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ശ്രേയസ്സും ഐശ്വര്യവും സമ്മാനിക്കാൻ പുതിയ ജയിക്കുന്ന മുന്നണിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.